നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. പരമശിവൻ സർപ്പധാരിയും പുലിത്തോൽധാരിയുമായ കഥ എങ്ങനെയെന്ന് നോക്കാം. പരമശിവൻ ഭിക്ഷുവായി തപസ്സിൽ മുഴുകി സംവത്സരങ്ങളോളം കഴിഞ്ഞുകൂടി. ഹിമാലയത്തിൻ്റെ കൊടും തണുപ്പിനെ ശ്രദ്ധിക്കാതെ തപസ്സിൽ മുഴുകിയിരുന്ന ആ കോമളാംഗനെ കണ്ട ഋഷിപത്നിമാരെല്ലാം അദ്ദേഹത്തിൽ അനുരാഗികളായി തീർന്നു. പത്നിമാരുടെ ഈ നടപടി ഋഷികൾക്ക് സഹിക്കാനായില്ല. ശമം ശീലിച്ച ഒരുവൻ തങ്ങളുടെ പത്നിമാരുടെ സ്നേഹം കവർന്നെടുക്കുന്നുവോ എന്ന് അവർ ശങ്കിച്ചു. അന്നുവരെ തങ്ങളുടെ ശുശ്രൂഷ ജീവിതവ്രതമായി കരുതിപ്പോന്നിരുന്ന പ്രിയ പത്നിമാർ ഒരു നിമിഷം ശിവനെ കാണുമ്പോൾ എല്ലാ വ്രതങ്ങളും മറന്ന് അവനെ തന്നെ ഉറ്റുനോക്കുകയാണല്ലോ. ഈ സ്ഥിതി തുടർന്നാൽ തങ്ങളുടെ പത്നിമാർ തങ്ങളെ ഉപേക്ഷിച്ച് പരമശിവനെ തേടി യാത്രയാവില്ലെന്ന് എന്താണുറപ്പ്? അതനുവദിച്ചുകൂടാ. തങ്ങളുടെ ഭാര്യമാരുടെ മനം അപഹരിക്കുന്ന ശിവനെ വധിച്ചേ മതിയാകൂ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് മഹർഷിമാർ തറയിൽ ഒരു കുഴി കുഴിക്കുകയുണ്ടായി. കുഴി ഏതാണ്ട് ഭൂമധ്യത്തോളം എത്തി. അപ്പോൾ അതിൽ നിന്നും ദംഷ്ട്രകൾ പുറത്തു കാണിച്ച് പ്രപഞ്ചം നടുക്കുന്ന ഗർജനത്തോടെ ഒരു വ്യാഘ്രം കയറി വന്നു. അവൻ മഹർഷിമാരുടെ മുന്നിൽ തലകുനിച്ചുകൊണ്ട് ഇപ്രകാരം അറിയിച്ചു: അല്ലയോ മഹർഷി ശ്രേഷ്ഠരെ, ഞാൻ രക്തം പാനം ചെയ്യുന്നതിൽ ആസക്തനാണ്. എനിക്ക് ചുടുചോര നൽകുക. ഹേ മൃഗേശ്വര, നിന്റെ രക്തദാഹത്തിന് നല്ലൊരു ഇരയെ ഇപ്പോൾ തന്നെ നൽകാം. കൈലാസ ശൃംഗത്തിലേക്ക് നീ പോകുക. അവിടെ തപസ്സിൽ മുഴുകിയിരിക്കുന്ന ഒരു യുവകോമളനെ നിനക്ക് കാണാനാകും. നീ അദ്ദേഹത്തെ കൊന്ന് രക്തം പാനം ചെയ്യുക. മഹർഷിമാർ ആഹ്ലാദത്തോടെ അറിയിച്ചു. വ്യാഘ്രം ആനന്ദത്താൽ മതിമറന്നു. അവൻ നാവുകളാൽ ചുണ്ടുകൾ നനച്ചുകൊണ്ട് കൈലാസ ശൃംഗങ്ങളിലേക്ക് പാഞ്ഞു. അവിടെ ധ്യാനലീനനായി വസിക്കുന്ന ഭഗവാൻ പരമശിവനെ ഒരു മാത്ര നോക്കി നിന്ന ശേഷം അവൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ചാടി വീണു. അത്ഭുതം! പരമശിവന്റെ ശരീരം തെല്ലും അനങ്ങിയില്ല. പക്ഷേ എടുത്തെറിയപ്പെട്ടതുപോലെ വ്യാഘ്രം ദൂരത്തേക്ക് തെറിച്ചു വീണു. വ്യാഘ്രം കോപാക്രാന്തനായി മാറി. അവൻ വീണ്ടും പരമശിവനെ ആക്രമിച്ചു. ഭഗവാനാവട്ടെ അവനെ നിസ്സാരമായി ഒരു കൈകൊണ്ട് ഞെരിച്ചു കൊന്ന ശേഷം അതിൻ്റെ തോലെടുത്ത് ധരിച്ചു. മഹർഷിമാർ ലജ്ജിതരായി തല കുനിച്ചു. എങ്കിലും അവർ തോറ്റു പിന്മാറാൻ തയ്യാറായില്ല. ആദ്യം ഭൂമിയിൽ സൃഷ്ടിച്ച കുഴിയിൽ നിന്നും ശിവനെ സംഹരിക്കാനായി മാനിനെ പുറത്തുവിട്ടു. ഭഗവാൻ ശിവൻ അതിനെ തൻ്റെ ഇടതുകൈയിൽ വഹിച്ചു. അനന്തരം മഹർഷിമാർ ഉഗ്രസർപ്പങ്ങളെ സൃഷ്ടിച്ചു. അവ ശീൽക്കാരം ഉതിർത്തുകൊണ്ട് പുറപ്പെട്ടു. അവയുടെ വിഷശ്വാസം ഏറ്റതോടെ ഭൂമിയിലെ സസ്യജാതികൾ വിഷബാധിതരായി നിലം പതിച്ചു. ജന്തുക്കൾ ഭയവിഹ്വലരായി പരക്കം പാഞ്ഞു തുടങ്ങി. സർപ്പങ്ങൾ മഹർഷിമാരെ വണങ്ങി അന്വേഷിച്ചു. ഹേ മഹർഷി ശ്രേഷ്ഠരെ, പറയൂ, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്ക് ജന്മം നൽകിയത്? ഞങ്ങളുടെ ദന്തങ്ങൾ വിഷമൂർച്ചയാൽ വിജൃംഭിക്കുന്നു. ആരുടെ മേലാണ് വിഷം ഞങ്ങൾ പ്രയോഗിക്കേണ്ടത്? അല്ലയോ നാഗങ്ങളെ, നിങ്ങളിൽ നിറഞ്ഞു തുളുമ്പിയ വിഷം ഉഗ്രനെന്ന് അഹങ്കരിക്കുന്ന ഒരുവനിൽ പ്രയോഗിച്ചാലുള്ള സൗഖ്യം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞറിയിക്കണമോ? നിങ്ങൾ കൈലാസത്തിലേക്ക് പുറപ്പെടുക. അവിടെ തപസ്സിൽ മുഴുകിയിരിക്കുന്ന ഒരുവനെ നിങ്ങൾക്ക് കാണാം. അവനെ സംഹരിച്ച് നിങ്ങളുടെ ജന്മോദ്ദേശ്യം സഫലമാക്കുക, മഹർഷിമാർ നിർദ്ദേശിച്ചു. നാഗങ്ങൾ കാറ്റിൻ്റെ വേഗതയിൽ കൈലാസത്തിലേക്ക് ഇഴഞ്ഞു. അവിടെ ധ്യാനനിമീലിതമായ മിഴികളോടെ ഇരിക്കുന്ന ഭഗവാന്റെ ഉജ്ജ്വല കാന്തിയിൽ അവ അദ്ഭുത പരതന്ത്രരായി തീർന്നു. തങ്ങളുടെ ലക്ഷ്യം മറന്നുകൊണ്ട് നാഗങ്ങൾ ഭഗവാനെ സ്തുതിച്ചു തുടങ്ങി. ആ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ പരമശിവൻ തൻ്റെ കണ്ണുകൾ തുറന്നു. തൻ്റെ പാദച്ചുവട്ടിൽ തലകുമ്പിട്ട് കിടക്കുന്ന നാഗങ്ങളെ കണ്ട് ഭഗവാൻ അവയെ വാത്സല്യത്തോടെ കയ്യിലെടുത്തുകൊണ്ട് അരുളി ചെയ്തു: സർപ്പപ്രമുഖരെ, മാനിക്കേണ്ടവരെ മാനിക്കുന്നവർക്ക് ഏത് സദസ്സിലും സ്ഥാനം ലഭിക്കും. എന്നെ വധിക്കാനായി വന്ന നിങ്ങൾ പിന്തിരിഞ്ഞത് തന്നെ അതിന് ദൃഷ്ടാന്തമല്ലേ? വരിക, ഇനി മുതൽ നിങ്ങളുടെ സ്ഥാനം എൻ്റെ ശരീരാംഗങ്ങളിലായിരിക്കും. അതിനുശേഷം ഭഗവാൻ ശിവൻ ഓരോ സർപ്പങ്ങളെയായി എടുത്ത് തൻ്റെ ശരീരഭാഗങ്ങളിൽ അണിഞ്ഞു. ആനന്ദത്താൽ മതിമറന്ന നാഗങ്ങളുടെ ശിവസ്തുതികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി.
ഇങ്ങനെയാണ് നാഗങ്ങൾ ശിവന്റെ പരമഭക്തരും ദാസന്മാരുമായി തീർന്നത്. ശിവപുരാണത്തിലെ മറ്റൊരു കഥയുമായി വരുന്നതുവരേക്കും നന്ദി.